ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടോർട്ട് കേക്കാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 6 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ട, അത് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്. 2 എഗ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ്, വിനീഗർ, പിന്നെ ഉപ്പ്. അത് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും പറയാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാൻ അരിപ്പയിൽ 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇടുവാണ്. ഇനി നമുക്ക് വേണ്ടത് 1 നുള്ള് ഉപ്പാണ്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ നമ്മൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, 1 നുള്ള് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് 3 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നല്ലോണം ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. നമുക്കിത് അരിച്ചെടുത്തിട്ട് വരാം. നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ടൈംസ് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്, അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം അരിച്ച് വെക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 5 ഇഞ്ച് വരുന്ന ഒരു ട്രേ ആണ്, ബേക്കിംഗ് ട്രേ ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ നമുക്ക് സൺഫ്ലവർ ഓയിലോ കുറച്ച് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം മൈദ കുറച്ച് തൂക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അത് ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് ഹീറ്റ് ആവാനായിട്ട് വെക്കാം. നമ്മുടെ ഷുഗർ നല്ല പൗഡേർഡ് ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 എടുത്തു വെച്ചിരുന്ന എഗ്ഗ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ഓയിൽ. അത് 6 ടേബിൾ സ്പൂണാണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് ഫ്ലഫി ആയിട്ട് നല്ലോണം പതച്ച് എടുത്തിട്ട് വരാം. നമ്മുടെ പൊടിച്ച പഞ്ചസാരയും പൗഡർഡ് ഷുഗറും എഗ്ഗും നമ്മൾ വാനില എസൻസും എല്ലാം കൂടെ നല്ലോണം ഫ്ലഫി ആയിട്ട് അടിച്ച് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മൾ അടിച്ചു വെച്ചിരുന്ന മിക്സർ നമ്മളിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിരുന്നത് നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്, കണ്ടോ? നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല ഇതായിട്ട് വരണം. ഇതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കിത് എല്ലാം ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ മാത്രമേ നമ്മളിങ്ങനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കുറേ നേരിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ നമുക്കിങ്ങനെ
ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 5-10 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന നോൺ സ്റ്റിക്കിൻ്റെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. അത് റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടെ നമ്മൾ ബേക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ കേക്ക് 15 മിനിറ്റ്സ് ആയപ്പോൾ ഈ ഇതിലാണ് ഇരിക്കുന്നത്. നടുക്ക് കുറച്ചുകൂടെ വേവാനുണ്ട്. ഒരു 5 മിനിറ്റ്സും കൂടെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടൊററ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. 15 മിനിറ്റ്സിൽ നമ്മുടെ കുക്കായില്ല. അപ്പോൾ ഒരു 5 to 7 മിനിറ്റ്സ് എക്സ്ട്രാ എടുത്തു കുക്ക് ചെയ്യാനായിട്ട്. എല്ലാവരും അത് ജസ്റ്റ് ഒന്ന് സ്ക്യൂസർ വെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അതിനുശേഷം ഒരു 5 to 7 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ഇത് സൈഡൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. എൻ്റെ ടൊററ്റ് കേക്കിൻ്റെ ബാക്ക് സൈഡാണ് നല്ലോണം ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കുറച്ച് നല്ല ബ്രൗണിഷ് കളറിലും നല്ല വൈറ്റിഷായിട്ട് നമ്മുടെ സൈഡും എല്ലായിട്ടാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ് കേക്ക് ഉണ്ടാക്കാൻ. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.